ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 21 അധ്യായത്തിന്റെ 4 തിരുവചനം. അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നൽകിയിരിക്കുന്നു. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനും നിങ്ങളും എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ചില മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ അത്രയ്ക്കൊന്നും പറയത്തക്ക പ്രയാസമോ ദുഃഖമോ ഒന്നും എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നില്ല. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും 3 നേരം കഴിക്കാൻ ആഹാരം കിട്ടാറുണ്ട്. എനിക്ക് നിങ്ങൾക്കും കയറി കിടക്കാൻ ഒരു വീട് സ്വന്തമായിട്ടുണ്ട്. ഒരപ്പനുണ്ട്, ഒരമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സൗഹൃദ വലയങ്ങളുണ്ട്, ചേർത്ത് പിടിക്കാൻ ആളുകളൊക്കെയുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും കിട്ടിയതിനെ കുറിച്ച് സന്തോഷിക്കാതെ കിട്ടാത്തതിനെ കുറിച്ച് വല്ലാതെ ആകുലപ്പെടുന്നതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹം ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാനും നിങ്ങളും പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വല്ലാതെ നൊമ്പരപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കത്തക്ക രീതിയിൽ സങ്കടങ്ങളുടെ ഒരു പേമാരി പെയ്യുന്നത് പോലെ സങ്കടക്കടലിലായിരിക്കുന്ന അനേകം പേർക്കിടയിലാണ് കർത്താവ് എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി കൊണ്ടുപോകുന്നത്. ഈ വിധവയായ അമ്മ കാണിച്ചതുപോലെ തനിക്കുള്ളത് മുഴുവനും സ്വർഗത്തിന് കൊടുക്കുവാനുള്ളൊരു വലിയ മനസ്സ് ക്രിസ്തു പ്രശംസിക്കുന്നത് അങ്ങനെയുള്ളൊരു മനസ്സിനെയാണ്. കിട്ടാത്തതിനെ കുറിച്ചുള്ള സങ്കടമല്ല, കിട്ടിയതിൽ നന്മയുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി ഉള്ളത് മുഴുവനും കരുതി വെക്കാൻ ഈ ദിവസം നിങ്ങൾക്ക് ഈശോ ഇടയാക്കട്ടെ.